ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് പോളി ഹാലജൻ കോമ്പൗണ്ട്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഇത്രയും നേരം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ഹാലജനുള്ള കോമ്പൗണ്ട്സിനെ മാത്രമാണ് കണ്ടത്. അപ്പോൾ ഇവിടെ പോളി ഹാലജൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഹാലജൻ പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, സോ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡൈക്ലോറോമീത്തേൻ, അതായത് CH2Cl2 2 ക്ലോറിൻ വരുന്ന ഡൈക്ലോറോമീത്തേൻ ആണ്. ജസ്റ്റ് അതിൻ്റെ യൂസസ് മാത്രം നോക്കി വെച്ചാൽ മതി. ഇത് സോൾവെൻ്റായിട്ടും എയറോസോൾസിൽ പ്രൊപ്പലൻ്റായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് സ്കിന്നിൽ വന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റൻസ് ബേണിങ്ങിനും അതുപോലെ തന്നെ സ്കിന്നിൽ റെഡ്നെസ് ഉണ്ടാകുന്നതിന് കാരണമാവും. ഓക്കെ, ഈ പോളി ഹാലജൻ കോമ്പൗണ്ടിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരാളാണ് CHCl3. ആക്ച്വലി ഇത് ഈസ് ട്രൈക്ലോറോമീത്തേൻ ആണ്. ഇതിൻ്റെ കോമൺ നെയിം വെച്ചിട്ടാണ് ഇത് പലപ്പോഴും അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ക്ലോറോഫോം. ഓക്കെ, സോ ഇവിടുന്ന് ഗീവ് റീസൺ ടൈപ്പായിട്ടൊക്കെ ചോദിച്ച് കാണാറുണ്ട്. ക്ലോറോഫോംസ് ആർ സ്റ്റോർഡ് അണ്ടർ ഡാർക്ക് കളേർഡ് ബോട്ടിൽസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വൈ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ആൻസർ അറിഞ്ഞിരിക്കാം. ക്ലോറോഫോം ഓക്സിജൻ്റെയും ലൈറ്റിൻ്റെയും പ്രസൻസിൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ്ഡ് ആവുന്നത് ഒരു ഹൈലി പോയ്സണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, വിച്ച് ഇസ് ഫോസ്റ്റീൻ. ഓക്കെ, സോ ഇതിൻ്റെ എക്സ്പോഷർ ഡെത്തിന് വരെ കാരണമായേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ക്ലോറോഫോംസിനെ ഡാർക്ക് കളേർഡ് ബോട്ടിൽസിൽ എയർ ടൈറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. മുന്നേ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ഇത് നമ്മൾ അനസ്തേഷ്യയ്ക്ക് യൂസ് ചെയ്തിരുന്നു. ബട്ട് ഇപ്പോൾ അനസ്തേഷ്യയ്ക്ക് ക്ലോറോഫോം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ CHCl3 പറഞ്ഞ ക്ലോറോഫോമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്ലോറിന് പകരം അയോഡിൻ വരികയാണെങ്കിൽ, അതായത് ട്രൈ അയോഡോ മീത്തേൻ ആണെങ്കിൽ അതിന് നമ്മൾ ഐഡോഫോം എന്നാണ് വിളിക്കുന്നത്. ഐഡോഫോം ഒരു ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്തിരുന്ന കോമ്പൗണ്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇതിനെ യൂസ് ചെയ്യുന്നില്ല ഡ്യൂ ടു ഇതിൻ്റെ പഞ്ചൻ സ്മെൽ അല്ലെങ്കിൽ ഇറിറ്റേറ്റിംഗ് സ്മെൽ കാരണം ഇതും ഇപ്പോൾ റീപ്ലേസ്ഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കോമ്പൗണ്ടിൽ ക്ലോറോഫോമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്രിയോൺ 12 എന്ന് പറയുന്നൊരു കോമ്പൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആക്ച്വലി അത് CCl2F2 ആണ്. ദാറ്റ് ഈസ് ഡൈഫ്ലൂറോമീത്തേൻ ആണ്. ഇവരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. CFC എന്ന് പറയുന്ന അബ്രിവേഷനിലായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക. ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. അത് റെഫ്രിജറേറ്റേഴ്സിൽ നിന്നും എയർ കണ്ടീഷണേഴ്സിൽ നിന്നും ഒക്കെ പുറത്ത് വരുന്ന കോമ്പൗണ്ടാണ്. അത് നമ്മുടെ ഗ്ലോബൽ വാർമിങ്ങിനും ഓസോൺ ലെയർ ഡിപ്ലീഷനൊക്കെ കാരണമാവുന്ന കോമ്പൗണ്ട് ആയതുകൊണ്ട് അതിൻ്റെ യൂസസ് ഇപ്പോൾ നമ്മൾ മിനിമൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മാർക്കറ്റിൽ യൂസ് ചെയ്യുന്ന റെഫ്രിജറേറ്റേഴ്സ് ആണെങ്കിലും എയർ കണ്ടീഷണേഴ്സ് ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ക്ലോറോഫോം കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചു കാണുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളി ഹാലജൻ കോമ്പൗണ്ടാണ് DDT എന്ന് പറഞ്ഞാൽ ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈത്തേൻ. അപ്പോൾ അതിൻ്റെ ഫിഗർ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഫിഗർ വരുന്നത് ഈത്തേൻ പറഞ്ഞ 2 കാർബൺ, അതിൽ ഡൈക്ലോറോ എന്ന് പറഞ്ഞാൽ ഒരു കാർബണിൽ 2 ക്ലോറിനുണ്ട് Cl2. ഡൈക്ലോറോ ഡൈഫീനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് 2 ബെൻസീനുകൾ 2 ഫീനൈൽ ഗ്രൂപ്പുകൾ വരുന്നു. ഓക്കെ, ദെൻ അതിൽ ഒരു ക്ലോറിൻ. ഓക്കെ, സോ ദിസ് ഇസ് ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോമീത്തേൻ. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കണം കേട്ടോ. CCl3 CHCl ബെൻസീനിങ്ങിൽ നിന്ന് Cl കേട്ടോ. ഇതാണ് DDTയുടെ സ്ട്രക്ചർ വരുന്നത്. DDT സാധാരണഗതിയിൽ യൂസ് ചെയ്തിരുന്നത് ഇൻസെക്ടിസൈഡായിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഇൻസെക്ടിസൈഡായിട്ട് യൂസ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ബയോഡിഗ്രേഡബിൾ ആയതുകൊണ്ട് ഇതിന് ബയോമാഗ്നിഫിക്കേഷൻ നടക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഹയർ ഓർഗാനിസത്തിൻ്റെ അകത്ത് ഈ ഇൻസെക്ടിസൈഡ് അടിഞ്ഞുകൂടും. പക്ഷെ അതിനെന്ത് സംഭവിക്കുന്നില്ല, ഡീകമ്പോസിഷൻ സംഭവിക്കുന്നില്ല. അത് പല ഡിസീസസിന് കാരണമാകുന്നതുകൊണ്ട് ഇപ്പോൾ അത് ഇൻസെക്ടിസൈഡായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാറില്ല. ബാൻഡ് ആയിട്ടുള്ളൊരു ഇൻസെക്ടിസൈഡാണ്. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സാണ് ഹാലോ ആൽക്കിൻ ഹാലോ അരീൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്നത്.